ഞാനിവിടെ തയ്യാറാക്കാൻ പോണത് പരിപ്പും മുരിങ്ങക്കോലും മാങ്ങയും കൂടിയിട്ട് തേങ്ങ അരച്ചൊരു കറിയാണ്. അതിനുവേണ്ടി ഞാനൊരു 50 ഗ്രാമോളം പരിപ്പ്, ഒരു 2 മുരിങ്ങക്കോല്, ഒരു മാങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ പരിപ്പ് ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഈ കുക്കറൊന്ന് അടച്ചിട്ട് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ തേങ്ങ, ഒരു 1/2 കപ്പോളം തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ശേഷം ഈ പരിപ്പ് ഒന്ന് വെന്തിട്ടുണ്ട്. ഞാനിതൊരു ചട്ടിക്കലത്തിലേക്ക് മാറ്റുകയാണ്. ഇത് അടുപ്പിൽ വെച്ച് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്കോലിട്ട് കൊടുക്കാം. മാങ്ങ അതിൻ്റെ കൂടെ തന്നെ ഇടാം. ഇത് കൂടാതെ ഇതിനാവശ്യമായ ഉപ്പ് ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കൂടാതെ നമ്മൾ 2 പച്ചമുളക് ഇതിലേക്ക് കീറിയിടാം. ചുവന്നുള്ളി ഒരു 2 എണ്ണം രണ്ടായിട്ട് നുറുക്കിയിട്ട് ഇടാം. പിന്നെ ഒരു തണ്ട് വേപ്പില ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കൂടാതെ എരിവ് ആവശ്യമുള്ള പോലെ ഞാനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം. ഒന്ന് വെന്ത് കിട്ടണം. വേവണ വരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റോളം വേവിക്കാനുണ്ട്. അപ്പോൾ ഞാനിത് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് മുരിങ്ങക്കോല് വെന്തോന്ന് നോക്കാം. കഷ്ണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 കപ്പോളം ചൂടുവെള്ളമാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത്. എല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതൊന്ന് തിളക്കട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ കറി ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒന്ന് താളിച്ച് ഒഴിക്കണം. അതിനുവേണ്ടി നമുക്കൊരു ചട്ടി ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില. ഇത് ചുവന്നുള്ളി 2 അരിഞ്ഞത് ഒരു 4 എണ്ണം, 2 പച്ചമുളക്,
ഇത് ഈ കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.